ഹായ് ഗൈസ്, ഇത് കെൻസ്റ്റാറിൻ്റെ 25 ലിറ്റർ കൺവെക്ഷൻ മോഡലാണ്. ഈ മോഡലിനെ കുറിച്ചുള്ള മോഡലിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത് ആദ്യമായിട്ട് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെ ഫങ്ഷൻ ചെയ്യണം എന്നുള്ളതാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മേടിക്കുമ്പോൾ ഈ പറയും ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ടാവും, അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതായിരിക്കും. ഇതുപോലെ താഴെ ഉണ്ടാവും സ്റ്റിക്കർ, ഇതേപോലത്തെ സ്റ്റിക്കർ താഴത്തുണ്ടാവും. ഈ രണ്ടും നമ്മൾ ആദ്യം പൊളിച്ച് മാറ്റണം. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ഡോറ് തുറന്നു പോയിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനി ഫാക്ടറിയിൽ നിന്ന് ഒട്ടിച്ച് വരുന്നതാണ്. അതിനുശേഷം നമ്മളിത് തുറക്കുകയാണെങ്കിൽ വെറുതെ വലിച്ചാൽ തുറന്നു വരും. തുറന്നു വരുന്ന സമയത്ത് അകത്ത് നോക്കിയാലും ഇതുപോലെ സ്റ്റിക്കേഴ്സ് കാണാൻ പറ്റും. അകത്ത് സ്റ്റിക്കേഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ ക്യാമറ ടിൽറ്റ് ചെയ്യാം. അകത്ത് ഇതുപോലെ ബ്ലൂ സ്റ്റിക്കേഴ്സ് കാണാൻ പറ്റും ഈ കോർണറിലുള്ള. അതും നമ്മൾ റിമൂവ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് അത് റിമൂവ് ചെയ്യാം. ഇനി അടുത്തത് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ആക്സസറീസ് എന്തൊക്കെയാണ് നോക്കാം. ആക്സസറീസ് പ്രധാനമായിട്ട് നമ്മുടെ മാനുവലാണ് വരുന്നത്. എങ്ങനെ ഫങ്ഷൻ ചെയ്യാമെന്നുള്ളതെല്ലാം ഇതിനകത്ത് നോക്കി മനസ്സിലാക്കാം. ഇത് കോമൺ ആയിട്ടുള്ള മോഡൽസൊക്കെ ആയിരിക്കും വരുന്നത്. എന്നിരുന്നാലും നമ്മൾ ഈ പറയുന്ന ഫങ്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാർട്ടൺ ബോക്സ് മാറ്റിക്കഴിയുമ്പോൾ നമുക്കതിനകത്ത് ഒരു തവയുണ്ട്. ബേക്ക് ചെയ്യാനും കുക്ക് ചെയ്യാനെല്ലാം യൂസ് ചെയ്യുന്നതാണ്. ഇത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. രണ്ടാമത്തെ, ഇതിനകത്തൊരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്. ഇങ്ങനൊരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ടാവും. ഈ ഗ്ലാസ് പ്ലേറ്റിൻ്റെ കൂടെ വരുന്ന ഒരു റോളർ ഉണ്ടാവും. ഇതുപോലെ റോളറുണ്ട്, ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്. ഈ റോളർ ഇതിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്യും. ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ട് ഈ ഗ്ലാസ് പ്ലേറ്റ് ഇതിനകത്ത് വെക്കണം. അതിനു മുമ്പ് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഇതിനകത്തൊരു സ്റ്റിക്കറുണ്ട്. ഇവിടുത്തെ ഒരു മോട്ടറുണ്ട്, ഊരിപ്പോരായിരിക്കാൻ വേണ്ടി. അതിനകത്ത് ഒരു ക്യാപ്പുണ്ട്, അത് ഊരിപ്പോരായിരിക്കാൻ വേണ്ടി. ഇങ്ങനത്തെ ഒരു ക്യാപ്പുണ്ട്, അത് ഊരിപ്പോരായിരിക്കാൻ വേണ്ടി സ്റ്റിക്കർ ഒട്ടിച്ചത്. അതെടുത്ത് മാറ്റിയതിന് ശേഷം ഇതിൽ കാണുന്ന ഈ മൂന്ന് വെട്ടുകൾ കറക്റ്റായിട്ട് അതിൽ കൊണ്ട് നമ്മുടെ സെൻറ്ററിലെ റോളറിൽ പോയി പ്ലേസ് ചെയ്യും. ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫങ്ഷനിലായി. ഇതായിരിക്കും നമ്മുടെ ബേസ് പ്ലേറ്റ്. എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും ഈ പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇത് ഒരിക്കലും എടുത്ത് മാറ്റിയിട്ട് നമ്മളിതിനകത്ത് ഇത് ഫങ്ഷൻ ചെയ്യാൻ യൂസ് ചെയ്യരുത്. കാരണം ഇതൊരു റൊട്ടേഷൻ ചെയ്യുന്ന പ്ലേറ്റാണ്. ഒരു ഫങ്ഷൻ നടക്കുമ്പോൾ ഒരു ഡയറക്ഷനിലായിരിക്കും, അടുത്ത ഫങ്ഷൻ ചെയ്യുന്നത് ഇനി ഒരു ഡയറക്ഷനിലായിരിക്കും ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ ബേസിക് പ്ലേറ്റാണിത്. ഇതിൻ്റെ മുകളിലായിരിക്കണം നമ്മൾ ഇനി ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ കൂടെ ഒരു തവ തന്നിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ ഒരു തവ. ഈ തവ യൂസ് ചെയ്യുകയാണെങ്കിലും ഈ പ്ലേറ്റിൻ്റെ മുകളിലാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഈ പ്ലേറ്റ്, ഈ റോളറും ബേസിക് ആക്സസറിയാണ്. അത് ഉപയോഗിച്ച് മാത്രമേ നമ്മളിതിനകത്ത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ അടുത്ത ഫങ്ഷൻസ് പറയുന്നതിന് മുമ്പ് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കൺവെക്ഷൻ എന്ന് പറഞ്ഞ മോഡലിനകത്ത് നമുക്ക് 3 മെയിൻ ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന് മൈക്രോവേവ്, രണ്ടാമത്തെ ഗ്രില്ല്, മൂന്നാമത്തെ കൺവെക്ഷൻ. അതെന്താണ് അതിൻ്റെ വ്യത്യാസം എന്നുള്ളത് പറഞ്ഞുതരാം. ഇതിൻ്റെ മൈക്രോവേവ് ഓവൻ എന്ന് പറയുമ്പോൾ എപ്പോഴും മൈക്രോവേവ് എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. അത് ജനറേറ്റ് ചെയ്യുന്നത് മാഗ്നട്രോൺ എന്ന് പറയുന്ന ഒരു ഡിവൈസിനകത്താണ്. അത് ഈ മാഗ്നട്രോൺ ഇരിക്കുന്നതും ഈ മൈക്രോവേവ് സിഗ്നൽസ് വരുന്നതും ഈ സൈഡിൽ നിന്നാണ്. ഇപ്പോൾ മൈക്രോവേവ് മാഗ്നട്രോൺ എന്ന് പറയുന്നത് സാധാരണ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഫുഡിനെ കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോഴാണ് അത് മൈക്രോവേവ് കുക്കിംഗ് എന്ന് പറയും. മൈക്രോവേവ് വേവ്സ് വെച്ച് കുക്ക് ചെയ്യാമെന്ന് പറയും. അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ഫീച്ചറാണ്, സ്പെഷ്യൽ കമ്പോണൻ്റാണ് മാഗ്നട്രോൺ. അത് സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ്. ഇവിടെ നിന്നാണ് ആ സിഗ്നൽ വരുന്നത്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്രില്ലിന് വേണ്ടി നമുക്കുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹീറ്റർ കോയിലുണ്ട്. ഇതൊരു കോയിലാണ്. ഈ കോയിൽ ഉപയോഗിച്ചാണ് ഗ്രില്ല് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പം ഗ്രില്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ചെയ്യുമ്പോൾ ഈ ഹീറ്റർ കോയിൽ ചൂടാവും. നമ്മൾ പൊരിക്കുക, വറക്കുക എന്ന് പറയുന്ന വരെ ഹീറ്റർ വെച്ച് നമ്മൾ ചൂടാക്കി ബ്രൗൺ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഗ്രില്ല് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലാണ്. ഗ്രില്ല് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ നമ്മുടെ ഈ ഹീറ്റർ കോയിൽ ഉപയോഗിച്ചാണ്. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫാനാണുള്ളത്. അപ്പോൾ കൺവെക്ഷൻ എന്ന് പറഞ്ഞൊരു മോഡലിൽ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹീറ്റർ കോയിലും ഈ ഫാനും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യും. അപ്പോൾ നേരത്തെ ഹീറ്റർ കോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചൂട് മാത്രമേ കിട്ടുള്ളൂ. ഒരു ഫാനും കൂടെ വരുമ്പോൾ ഇതിൻ്റെ ചൂട് ഈ കണ്ടെയ്നറിൽ മൊത്തം ഒരേപോലെ എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞൊരു ഫാൻ കൂടെ കൊടുക്കുന്നത്. അപ്പോഴാണ് കൺവെക്ഷൻ മോഡൽ പറയുമ്പോൾ ഈ പറയുന്ന 2 ഫംഗ്ഷൻ ഒരുമിച്ച് വർക്ക് ചെയ്യും. നമ്മുടെ കണ്ടെയ്നറിനകത്ത്, കമ്പാർട്ട്മെൻറ്റിനകത്ത് 360 ഡിഗ്രിയിൽ ഈ പറയുന്ന ഹീറ്റ് റൊട്ടേറ്റ് ആവും. അപ്പോൾ കൺവെക്ഷൻ എന്ന് പറഞ്ഞൊരു മോഡൽ മാത്രം ഒരു ഓപ്ഷൻ മാത്രം നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ഈ ഹീറ്ററും ഈ ഫാനും മാത്രം. മൈക്രോവേവ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ മാഗ്നട്രോൺ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. മൈക്രോവേവ് പ്ലസ് കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് മൂന്നും കൂടെ വർക്ക് ചെയ്യും. ഗ്രില്ല് മാത്രം എന്ന് പറയുമ്പോൾ ഈ ഹീറ്റർ മാത്രം. അപ്പോൾ ഇതാണ് എൻ്റെ ബേസിക്
ഐഡിയ. എന്ത് ഇപ്പോൾ നമ്മളിവിടെ ഫംഗ്ഷൻ പറയുന്ന സമയത്ത് ഈ സൈഡിലെ മെനുവിൽ ഫംഗ്ഷൻ പറയുന്ന സമയത്ത് എന്താണ് എന്നൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് മാത്രം. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഇതിനകത്ത് മെനുകളാണ്. ഏതെല്ലാം ഫംഗ്ഷനാണ് ഈ മെനു കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നത് പവർ എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്, ക്ലോക്ക് അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ട്, കോമ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കൺവെക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, മൈക്രോ പ്ലസ് കൺവെക്ഷൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ കുറച്ച് മെനൂസ് ഉണ്ട്. ഒരു 1 തൊട്ട് 9 വരെ പ്രീ സെറ്റഡ് മെനൂസ് ഉണ്ട്. ഒരു നോബ് ഉണ്ട്, ഇതിനെ ജോഗ് ഡയൽ എന്ന് പറയും. ഒരു നോബ് ഉണ്ട്. ആ നോബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഡയറക്ഷനിൽ തിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിൽ തിരിക്കുകയാണെങ്കിൽ മെനു, ഈ ഡയറക്ഷനിൽ തിരിക്കുകയാണെങ്കിൽ ടൈം. ഇതാണ് അതിൻ്റെ ഓപ്ഷൻ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനിയുള്ളൊരു ബട്ടൺ എന്ന് പറഞ്ഞാൽ ഗ്രില്ല്, പിന്നെ സ്റ്റോപ്പ് ക്യാൻസൽ, പിന്നെ സ്റ്റാർട്ട് ആൻഡ് ക്വിക്ക് സ്റ്റാർട്ട്. ഇത്രയാണ് ഇതിനകത്തുള്ള മെനു. ഈ മെനുവിൻ്റെ ഫങ്ഷൻസ് എല്ലാം ഡിസ്പ്ലേ ചെയ്യാനും അത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഈ ഡിസ്പ്ലേക്കകത്ത് നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കവിടെ ഫങ്ഷൻസ് എഴുതി വരുന്നുണ്ട്. അത് ക്ലോക്ക് എന്ന് എഴുതിക്കുന്നുണ്ട്. അതുപോലെ ഓരോ ഫങ്ഷൻസും നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് അതാത് കളറിൽ എഴുതി വരുന്നതായിരിക്കും. അങ്ങനെ ഓരോ ഫങ്ഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് പവർ എന്ന് പറഞ്ഞ ബട്ടൺ. സാധാരണ കൺവെൻഷണൽ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാത്രത്തിൽ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ വേവിക്കാനുള്ള നമ്മൾ എന്ത് സാധനമാണോ അത് പാത്രത്തിൽ വയ്ക്കുന്നു. എന്നിട്ട് അത് നമ്മൾ അടുപ്പിൻ്റെ മുകളിൽ വയ്ക്കുന്നു, തീ കത്തിക്കുന്നു. ആദ്യം പാത്രം ചൂടാവും. അതിനുശേഷം ആ ചൂട് നമ്മുടെ കുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നമ്മുടെ ഫുഡിൻ്റെ മുകളിലേക്ക് ആ ചൂട് വന്നതിന് ശേഷം അവിടെ നിന്നാണ് നമ്മൾ കുക്ക് ചെയ്തു തുടങ്ങുന്നത്, വെച്ചാൽ വെന്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്രോവേവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോവേവ് വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ച് നമ്മൾ കുക്ക് ചെയ്യാൻ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്ന ഐറ്റം അതിനകത്തുള്ള വാട്ടർ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ കണികകളുണ്ടാവും, അതിനെ വൈബ്രേഷൻ ചെയ്യിപ്പിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പോസിറ്റീവ് നെഗറ്റീവായിട്ട് കൺവേർട്ട് ചെയ്ത് വൈബ്രേഷൻ ചെയ്യിപ്പിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കറണ്ട് കൈകൊട്ടി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂട് കിട്ടില്ലേ, അതേ ഫംഗ്ഷൻ തന്നെ വെള്ളത്തിൻ്റെ മോളിക്യൂൾസിനെ കൊണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് ഹീറ്റ് ഉണ്ടാക്കിയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ചൂടാക്കാനോ നമ്മളൊരു മൈക്രോവേവ് ഓവൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡാണ് ആദ്യം ചൂടാവുക. നമ്മൾ ഉദ്ദേശിക്കുന്ന വയ്ക്കുന്നതിന് ഫുഡ് ചൂടാവുക. ഫുഡിൻ്റെ ചൂടിൽ നിന്നാണ് പാത്രത്തിലേക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് ചൂടാകുമ്പോൾ ഒരേപോലെ തന്നെ ഹീറ്റാവും. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്തൊരു കുക്ക് ചെയ്യാനായിട്ട് എന്ത് സാധനം വെച്ചാൽ അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് ഒരേപോലെ എല്ലാ ഭാഗത്തും ചൂടാവും. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞത് ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഒരു നമ്മുടെ 360 ഡിഗ്രിയിൽ നമ്മുടെ പ്ലേറ്റ് കറങ്ങിക്കൊണ്ടിരിക്കും. എല്ലാ സ്ഥലത്തും ഒരുപോലെ മാഗ്നറ്റിക് വേവ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പവർ ബട്ടൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന പവർ എത്ര പവറിലാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പവർ എന്ന് പറഞ്ഞ ബട്ടൺ. അപ്പോൾ പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പവർ 1 P100 ഇതാണ് ഏറ്റവും ഹയസ്റ്റ്. 90, 80, 70, 60, 50, 40, 30, 120 whatever it is. ഇങ്ങനെ ഈ പറഞ്ഞാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ചില മെനൂസിൽ പറയും 90 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ എത്ര സമയം, 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ടൈമർ റൈറ്റിലേക്ക് തിരിക്കുന്നു. ഇങ്ങനെ റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ നമുക്കിവിടെ ടൈം കാണാം, 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ എഴുതിക്കുന്നത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലോക്ക്, ടൈം, മൈക്രോവേവ് മോഡ്. ഇതിൽ നമ്മൾ ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ താഴത്ത് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യും. അപ്പോൾ ഇത് ഓണായത് ഞാൻ അപ്പം തന്നെ ഓഫ് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും കുക്ക് ചെയ്യാതെ വയ്ക്കാത്തതുകൊണ്ട് വെറുതെ ഹീറ്റ് ആക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ പവർ സെലക്ട് ചെയ്യുന്നു, ടൈമർ സെലക്ട് ചെയ്യുന്നു, ഇങ്ങനെ കറക്റ്റ് ടൈമർ സെലക്ട് ചെയ്യുന്നു, സ്റ്റാർട്ട് കൊടുക്കുന്നു. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് ഫംഗ്ഷനാണ്. ഈ ക്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ക്ലോക്ക് തന്നെയാണ്, നമ്മുടെ വാച്ച് എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ഇവിടെ അവേഴ്സാണ് സെറ്റ് ചെയ്യേണ്ടത്. അവേഴ്സിനകത്ത് ഇത് 24 hours എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 കഴിഞ്ഞാൽ 13, 14, 15 പോവുക. എന്ന് വെച്ചാൽ 24 hours ക്ലോക്കാണ്. 24 hours ക്ലോക്കിലാണ് പോവുക. ഏതാണ് നമ്മുടെ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് നമ്മൾ ചെയ്യണമെങ്കിൽ 12 കഴിഞ്ഞ് 3 എന്ന് പറയുമ്പോൾ 15 അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ 30 seconds ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് 30 ആക്കുക. 30 ആക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
3 മണി 3:30 മണി 30 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലേക്ക് എത്തും. അപ്പോൾ ഇത് ക്ലോക്ക് എന്ന് പറഞ്ഞുള്ള ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ക്ലോക്ക്. ഈ ഫംഗ്ഷനിൽ ക്ലോക്ക് എഴുതിയിട്ടുണ്ട്. ഈ ക്ലോക്ക് വോളറ്റൈലാണ്. വോളറ്റൈൽ എന്ന് പറയുമ്പോൾ ഇതിന് ഒരു സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. കറണ്ട് പോവുകയോ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലോക്ക് പോകും. ഇതിൽ വെയിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടിയുണ്ട്, ക്ലോക്ക്/വെയിറ്റ്. ആ വെയിറ്റ് എന്നുള്ളത് ഞാൻ അടുത്ത മെനുവിൽ പറയാം. കാരണം അത് വർക്ക് ചെയ്യുന്നത് ഈ കോമ്പിനേഷൻ മെനുവിലാണ് മാത്രമാണ് വർക്ക് ചെയ്യുക. ഈ കോമ്പിനേഷൻ മെനുവിൽ മാത്രമേ ഈ വെയിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുള്ളൂ. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലാവും. അടുത്തതായിട്ട് കോംബി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഈ കോംബി എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഫംഗ്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കോമ്പിനേഷൻ അല്ലാട്ടോ ഉദ്ദേശിച്ചത്. ഇത് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം, പ്രസ് ചെയ്ത് കഴിഞ്ഞ് കോമ്പിനേഷൻ 1. അപ്പോൾ ഇവിടെ നമുക്കൊരു മെനുവിൽ കാണുന്നുണ്ട്, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും മൈക്രോവേവ് ആൻഡ് ഗ്രില്ല്. കോംബി 2 മൈക്രോവേവ് ഗ്രില്ല് തന്നെ. ഇതിനകത്ത് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംബി 1 എന്ന് പറയുമ്പോൾ മൈക്രോവേവിൻ്റെ പെർസെൻറ്റേജ് 25%, 75% കൺവെക്ഷൻ മോഡൽ വരയ്ക്കും, ഗ്രിൽ മോഡൽ വരയ്ക്കും. കോംബി 2 എന്ന് പറയുമ്പോൾ കോംബി 2 എന്ന് പറയുമ്പോൾ മൈക്രോവേവ് ഓവൻ 45%, ഗ്രില്ല് എന്ന് പറയുന്നത് 55% ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉദാഹരണത്തിനൊരു ചിക്കൻ ഗ്രില്ല് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളെപ്പോഴും ചിക്കൻ ആകുമ്പോൾ വേവാൻ സമയമെടുക്കും. അപ്പോൾ ഓപ്ഷൻ 2 പോകുമ്പോൾ 45% മൈക്രോവേവ് ഉണ്ട്, അതിൽ ഇത് ചൂടാവും. ശേഷം അടുത്ത 55% എന്ന് പറയുമ്പോൾ അത് ഗ്രില്ലാകുമ്പോൾ അതിൻ്റെ ബ്രൗൺ ആയിട്ട് മാറുകയും ചെയ്യും. പക്ഷേ അതൊരു ഫിഷിനാണ് കൊടുക്കണമെങ്കിൽ അത് ഓവറായിട്ട് കുക്കായി പോകും അല്ലേ. എന്നുവെച്ചാൽ ഫിഷ് കുക്ക് ചെയ്യാനായിട്ട് അത്രയും സമയമുണ്ട്. അപ്പോൾ അതിനാണെങ്കിൽ 25% കുക്ക് ചെയ്താൽ മതി. ഗ്രില്ല് ചെയ്തോട്ടെ, കുറച്ച് അധികം കൂടുതൽ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്ത് ഫുഡിൻ്റെ മെനുവിലാണ് നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഓപ്ഷൻ ചെയ്യാമെന്ന് വെച്ചാൽ കോംബിയിൽ 1 പ്രസ് ചെയ്യുന്നു, നമ്മൾ ഇവിടെ താഴത്തെ ടൈമർ സെലക്ട് ചെയ്യുന്നു. ടൈമർ ഇവിടെ നമ്മൾ എത്രയാണ് ടൈമർ എന്ന് വെച്ചാൽ ടൈം സെലക്ട് ചെയ്യുന്നു, 20 മിനിറ്റ് 30 മിനിറ്റ്. നമ്മളതുപോലെ തന്നെ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ഓണാവും, നമ്മളത് ഓഫ് ചെയ്യും. അപ്പോൾ ഈ സ്റ്റാർട്ട് കൊടുത്ത് ഓഫ് ചെയ്യുകയാണ് നമ്മൾ ഫംഗ്ഷൻ കാണിക്കാൻ വേണ്ടി മാത്രം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം 29 സെക്കൻഡ് നമ്മൾ ഇവിടെ ഇത് കാണിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെറുതെ സ്റ്റോപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതേസമയം നമ്മളത് വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ക്യാൻസലാണ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരുന്ന മെനു കോമ്പിനേഷൻ 2 എന്ന് പറയുന്നത് 30 സെക്കൻഡ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്ന സാധനം ഫുൾ ക്യാൻസലായി. മറ്റത് ഇടയ്ക്ക് വെച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്ത് മാത്രമാണ് സ്റ്റോപ്പ് എന്ന് പറയും. അടുത്ത ഫംഗ്ഷൻ കൺവെക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. കൺവെക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹീറ്റർ കോയിൽ ഓണാവും, അതുകൂടാതെ തന്നെ നമ്മുടെ ഫാനും ഓണാവും. ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് സാധാരണ രീതിയിൽ ആൾക്കാർ പൊരിക്കുക വറക്കുകയൊക്കെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എണ്ണ പോലും വേണ്ട. ഈ പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ടേസ്റ്റിന് വേണ്ടി മാത്രം കുറച്ച് എണ്ണ തേച്ചാൽ മതി, നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും. ചിക്കൻ ആണെങ്കിലും അല്ലെങ്കിൽ ഫിഷൊക്കെ ആണെങ്കിലും ഫ്രൈ ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ കോമ്പിനേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ ഫ്രൈ ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. 2 രീതിയിലും ഇത് ചെയ്യാവുന്നതാണ്. കൺവെക്ഷൻ മോഡൽ മൈക്രോവേവ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇതിപ്പോൾ നേരത്തെ കാണിച്ചിരുന്ന തവയോ ഇതുപോലത്തെ തവകളോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏത് ടൈപ്പ് പാത്രങ്ങൾ വേണമെങ്കിലും അതിനകത്ത് യൂസ് ചെയ്യാം. ചിലപ്പോൾ ഗ്രിൽ സ്റ്റാൻഡുകൾ വരാറുണ്ട് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട്. ഇതെങ്ങനെ ഫംഗ്ഷൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെക്ഷൻ പ്രസ് ചെയ്യുക. കൺവെക്ഷന് നമുക്ക് ടെമ്പറേച്ചറാണ് നമ്മൾ കൺവെക്ഷന് പറയുന്നത്. ഈ ടെമ്പറേച്ചറിനകത്ത് 110 വീണ്ടും നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 120, 130, 140 ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യുന്നു. എത്ര ടെമ്പറേച്ചറിലാണോ നമുക്ക് കൺവെക്ഷൻ സെറ്റ് ചെയ്യേണ്ടത്. ഈ കൺവെക്ഷൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 170 ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈം കൊടുത്ത് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ടെമ്പറേച്ചർ എത്രയാണോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ടെമ്പറേച്ചറിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 170 സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 170 താഴ്ന്നു പോയാൽ വീണ്ടും കൺവെക്ഷൻ ഓൺ ആവും, എന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യും. അത് കൂടിക്കഴിഞ്ഞാൽ അതൊക്കെ തന്നെ ഓഫ് ചെയ്യും, ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ മൈക്രോ പ്ലസ് കൺവെക്ഷൻ എന്നാണ് അതിൻ്റെ പേര്. മൈക്രോ പ്ലസ് കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മൈക്രോവേവും കൺവെക്ഷനും ഒരുപോലെ തന്നെ വർക്ക് ചെയ്യും, കോമ്പിനേഷനായിട്ട് വർക്ക് ചെയ്യും. അത് ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം. കൺവെക്ഷൻ 2 ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്തിട്ട് സെയിം ആസ് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത പോലെ തന്നെ അതിനകത്ത് ഓരോ ബട്ടണിൽ വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ബട്ടണിൽ വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ടൈമർ സെലക്ട് ചെയ്യുന്നു, എത്ര മണിക്കൂർ, ഇവിടെ ഹവേഴ്സ് മിനിറ്റ്സ് ഉണ്ട്, ഹവേഴ്സിലേക്ക് നമുക്ക് പോകാം. 2 hours, 3 hours, 4 hours
9 hours വരെ നമുക്ക് പോകും. 9 hours വരെ നമുക്ക് സെറ്റ് ചെയ്യാം. 9 hours വരെ ഈ പറയുന്ന മൈക്രോവേവ് പ്ലസ് കൺവെക്ഷൻ എന്ന് പറഞ്ഞ മോഡലിൽ പോകും. അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ സ്റ്റാർട്ട് കൊടുക്കുന്നു, ഓൺ ആവുന്നു, അത് കഴിഞ്ഞ് അത് ഫംഗ്ഷൻ കറക്റ്റ് അടിക്കും. ഞാനിപ്പോൾ ഓഫ് ചെയ്യുന്നു മാത്രം. അപ്പോൾ ഈ പറയുന്ന എല്ലാ മെനുവിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളിതിൻ്റെ മെനു സെലക്ട് ചെയ്തിട്ട് എത്ര ടെമ്പറേച്ചർ, അല്ലെങ്കിൽ പവർ ആണെങ്കിൽ ഇത്ര പവർ, കൺവെക്ഷൻ ആണെങ്കിൽ എത്ര ടെമ്പറേച്ചർ, മൈക്രോവേവ് ആണെങ്കിൽ എത്ര ടെമ്പറേച്ചർ, കോമ്പി ആണെങ്കിൽ ഏത് കോമ്പി, ഫസ്റ്റ് കോമ്പി, സെക്കൻഡ് കോമ്പി, ഇതെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ടൈമർ എന്ന് പറയുന്ന സംഭവം സെലക്ട് ചെയ്തിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്താലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അല്ലാതെ ഇത് സ്റ്റാർട്ട് ചെയ്താൽ വർക്ക് ചെയ്യില്ല. എന്നുവെച്ചാൽ നമ്മൾ ഇത് മാത്രം സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് വർക്കില്ല. അതിന് ടൈം നമ്മൾ കൊടുക്കണം. എന്നിട്ട് ടൈം എത്ര ടൈമാണ് വേണ്ടതെന്നുള്ള രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് ഈ മെനുവിൻ്റെ പ്രത്യേകത, ഈ പറഞ്ഞ കോമ്പിനേഷൻ്റെ പ്രത്യേകത. അടുത്തായിട്ട് നമ്മൾ ഈ പറയാൻ പോകുന്നത് ഈ പ്രീസെറ്റഡ് മെനൂസിനെ കുറിച്ചാണ്. പ്രീസെറ്റ് മെനൂസ് എന്ന് പറയുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ബേക്ക്ഡ് പൊട്ടറ്റോ, പിസ്സ, കോഫി, അങ്ങനെ പറയുന്ന 1 തൊട്ട് 9 വരെ നമുക്ക് കോമ്പിനേഷൻസ് ഉണ്ട്. ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫംഗ്ഷൻസ്, ഇത്രയും ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്തപ്പം ടൈമർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ ടൈമറൊന്നും കൊടുക്കണ്ട, എത്ര സമയവും അറിയില്ലാന്ന് വെച്ചോളൂ. ഇപ്പോൾ കുറച്ച് പൊട്ടറ്റോ ആണ് നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഈ മെനുവിനെ നമ്മൾ അതിനകത്ത് നമ്പർ അറിയാലോ, മെനു നമ്പർ അറിയാം, 1 ആണ് നമ്മുടെ പൊട്ടറ്റോ. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇത് തിരിച്ചുകൊണ്ട്, ഈ മെനു തിരിച്ചുകൊണ്ട് ഇതിനെ 1 എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് എത്തിക്കും. 1 എത്തിയതിന് ശേഷം ഇവിടെ പൊട്ടറ്റോ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന എന്ത് സാധനമാണ് പൊട്ടറ്റോ, ഇതിപ്പോൾ പൊട്ടറ്റോ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അതിൻ്റെ വെയിറ്റ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് വരും. എന്ന് വെച്ചാൽ 100 grams, 200 gram, 300 gram, ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിലേത് ഓപ്ഷൻസ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെറുതെ ടൈമറൊന്നും കൊടുക്കണില്ല, ടൈമറൊന്നും ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ കാണിക്കും എത്ര സമയം, 11 മിനിറ്റ് ഓട്ടോമാറ്റിക്കലി. അത് ഓട്ടോമാറ്റിക്കലി ടൈം എടുത്ത് വർക്ക് ചെയ്തോളും. അപ്പോൾ നമ്മൾ എന്താണോ ഐറ്റം നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് മെനു ആണ് നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് സെലക്ട് ചെയ്യാൻ ആദ്യം ഫംഗ്ഷൻസ് മൊത്തം ക്യാൻസൽ ചെയ്യാം. കാണിച്ചിട്ടൊന്നും കൂടെ ആദ്യം നമ്മൾ ഇത് വെച്ച് സെലക്ട് ചെയ്യുന്നു, 1 2 3 4 5 7. അതിനുശേഷം നമ്മൾ വെയിറ്റ് സെലക്ട് ചെയ്യുന്നു, വെയിറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്നു. ഇത്രേ ഉള്ളൂ. ആ സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഓട്ടോമാറ്റിക്കലി ടൈം എടുക്കാം. ഇവിടെ നമ്മൾ ടൈം അറിയില്ല എന്ന് പറയുന്നവർക്കാണ് ഈ പറഞ്ഞൊരു ഫംഗ്ഷൻ്റെ ആവശ്യം. നമുക്കറിയാം വെയിറ്റ് എത്രയുണ്ടെന്ന്, പക്ഷേ നമുക്ക് എത്ര സമയം കുക്ക് ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ളത്. അപ്പോൾ ഇത് 2 കോമ്പിനേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം അറിയില്ലെങ്കിലും കുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ പറയുന്ന ഫംഗ്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ പറഞ്ഞ മെനു എന്ന് പറയുന്നതും ഈ മെനു എന്ന് പറയുന്നതും വെയിറ്റ് എന്ന് പറയുന്ന സംഭവം ഈ കോമ്പിനേഷനിൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടു. ഇങ്ങോട്ട് നമ്മൾ ഈ റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് തിരിക്കുകയാണെങ്കിൽ ടൈം, ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കുകയാണെങ്കിൽ മെനു, ഇടത്തോട്ട് തിരിക്കുകയാണെങ്കിൽ മെനു, വലത്തോട്ട് തിരിക്കുകയാണെങ്കിൽ ടൈം. ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്രില്ലാണ്. ഗ്രില്ലെന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ നമ്മൾ മൈക്രോവേവ് എന്ന് പറഞ്ഞപ്പോഴും കോമ്പിനേഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക, കൺവെക്ഷൻ എന്ന് പറഞ്ഞപ്പോഴും എല്ലാം മനസ്സിലായിട്ടുള്ളത് പോലെ തന്നെ ഗ്രില്ലെന്ന് പറഞ്ഞ സംഭവം ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗ്രില്ല് പ്രസ് ചെയ്യുന്നു. ഗ്രില്ല് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ടൈം സെലക്ട് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. ഇത്രയേ അതിനകത്തുള്ളൂ. അപ്പോൾ ഹീറ്റർ അവിടെ ചൂടായി കിടക്കും, എത്ര സമയം ഹീറ്റർ ചൂടാകും. അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ്, ക്യാൻസൽ, സ്റ്റാർട്ട്, ക്വിക്ക് സ്റ്റാർട്ട്. ഈ സ്റ്റോപ്പ് ക്യാൻസൽ നേരത്തെ ഞാൻ പറഞ്ഞു, ഏതൊരു ഫംഗ്ഷനിൽ നിൽക്കുമ്പോഴും നമ്മൾ ആദ്യത്തെ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അത് സ്റ്റോപ്പ് ആയിരിക്കും. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഇടയിൽ വെച്ച് നമ്മൾ നിർത്തുവാണ്. വീണ്ടും ഒന്നുകൂടെ പ്രശ്നം ക്യാൻസലാണ്. അപ്പോൾ ആ ഫംഗ്ഷൻ മൊത്തമായിട്ട് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത ആ ഫംഗ്ഷൻ തുടങ്ങി വീണ്ടും ഫംഗ്ഷൻ കോമ്പിനേഷൻ ഉണ്ടാക്കണം. സ്റ്റാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കോമ്പിനേഷനിലും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കാൻ, കോമ്പിനേഷൻ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട്, അതാണ് ഫസ്റ്റ് സ്റ്റാർട്ട്. ഇനി ക്വിക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ സാധാരണ എല്ലാവരും പെട്ടെന്ന് യൂസ് ചെയ്യുന്നൊരു സംഭവം. അത് പറഞ്ഞു ക്വിക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടൺ ഇവിടെ നമ്മൾ കണ്ടായിരുന്നു. ഈ ക്വിക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മൈക്രോവേവിലേക്ക് വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജിനകത്തുനിന്നൊരു തണുത്ത ഒരു ആഹാരം അതൊന്ന് പെട്ടെന്ന് ചൂടാക്കണം, അതിനൊരു 30 സെക്കൻഡോ അല്ലെങ്കിൽ 1 മിനിറ്റോ 1.5 മിനിറ്റോ 2 മിനിറ്റ്സോ മതിയാവും. അത് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമുള്ള ഫംഗ്ഷനാണ് ഈ പറഞ്ഞ ക്വിക്ക് സ്റ്റാർട്ടിൽ. അതിനകത്ത് നമ്മളിവിടെ മെനുവിൽ നോക്കിയറിയാം, ഒരു പ്രാവശ്യം പ്രസ് 30, 100 പ്രാവശ്യം പ്രസ് 1 മിനിറ്റ്, 2 മിനിറ്റ്സ്, 3 മിനിറ്റ്, 4 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കൈ എടുത്താൽ മതി, തന്നെ സ്റ്റാർട്ടാവും. നമുക്ക് അത്രയും സമയം വരെ ഈ സമയം മൈക്രോവേവ് വെറുതെ ഓണായി, മൈക്രോവേവിൻ്റെ ഫുൾ പവറിൽ മൈക്രോവേവ് മാത്രം ഓണായി കിടക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്കായിട്ട് ചൂടാക്കി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ഫംഗ്ഷനാണ്. വളരെ സിമ്പിളാണ്. നമ്മളൊന്നും ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഒരു പ്രാവശ്യം പ്രസ് 30 സെക്കൻഡ്സ്, കൈ എടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടാണ്. കൈ എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ബട്ടൺ ഒന്നും പ്രസ് ചെയ്യേണ്ടതാണ് ഉദ്ദേശിച്ചത്. നമ്മൾ 30 സെക്കൻഡ്സ് പ്രസ് ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്, വേറെ ഒന്നും ഫംഗ്ഷൻ കൊടുക്കുന്നില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടാവും. അതുപോലെ 30, 40, 1 മിനിറ്റ്, 2 മിനിറ്റ്, 5, 6, 7, 8 അങ്ങനെ നമുക്ക് 10 മിനിറ്റ്സ് വരെ നമുക്കങ്ങനെ സെലക്ട് ചെയ്യാം. ഇതാണ് ക്വിക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്ന സംഭവം.
ഇതിലെല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഹാവ് എ നൈസ് ഡേ.